നമസ്തേ, ഞാൻ മധു ബാലൻ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചില സമയത്ത് നമ്മൾ കട്ട നെഗറ്റീവായി പോകും അല്ലേ? നെഗറ്റീവായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തായിരിക്കും? കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും, എൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ അതിന് ഓവർകം ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാ വീഡിയോയിലോട്ട് കിടക്കുമല്ലേ? അല്ല, ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഒരു ക്യാൻസർ പോലെയാണ്. അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയും കിട്ടത്തില്ല. അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സ്പ്രെഡാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, പല തവണ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും, കേൾക്കുന്നവർ നെഗറ്റീവാകും, നമ്മളും നെഗറ്റീവാകും. മൊത്തത്തിൽ അതൊരു ശോകമുഖമായ അന്തരീക്ഷത്തിലോട്ട് നയിക്കും. അത് നിങ്ങളുടെ ഏത് കാര്യമായിക്കോട്ടെ, ബിസിനസ്സിൻ്റെ കാര്യമായിക്കോട്ടെ, ആരോഗ്യത്തിൻ്റെ കാര്യമായിക്കോട്ടെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, ഏത് കാര്യത്തിലും നമ്മൾ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരുടേതായിട്ടുള്ള ചില സജഷൻസും വരാൻ പോകുന്ന അവരുടെ അതിൻ്റെ വരുംവരായികളെക്കുറിച്ചുള്ള അവരുടെ അറിവുകളൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മൊത്തത്തിലങ്ങ് ഫ്ലോപ്പ്. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം കൂടുതൽ വന്നുകൊണ്ട് നമ്മുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. പലതരത്തിൽ നമ്മൾ പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അന്നേരം നമ്മൾ പറയും, നമുക്കിപ്പോൾ ഒരു മോശം സമയത്തിലൂടെ കടന്നു പോവുകയാണ്. സത്യത്തിൽ ഇവിടെ ഈ സ്പ്രെഡ് ചെയ്യുന്ന പരിപാടി അത് നിർത്തുക. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള സംസാരം ഒന്നോ രണ്ടോ വാക്കിൽ നിർത്തുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ആരോഗ്യപരമായ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ നമുക്കതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീട്ടുകാരും നമ്മുടെ ബന്ധുക്കളൊക്കെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിനെ കുഴപ്പമില്ല എന്നുള്ള ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കിയിട്ട് അതിലെന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കാണുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതുതന്നെയാണ്. അതിൻ്റെ പോസിറ്റിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഏത് കാര്യത്തിലും എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാവും. ആ പോസിറ്റീവായിട്ടുള്ള കാര്യത്തെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് അതിന് കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഥ മാറാൻ വേണ്ടി തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കാര്യം തന്നെ പറയണം. മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തത്തിലുള്ളത്. പക്ഷേ അതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഇയാളുടെ ഈ കൗണ്ട് കൂടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവർ ആവും. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു സജഷൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് എടുക്കാം. കൗണ്ട് കൂടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൗണ്ട് കൂടാനുള്ള സാധ്യത കൂടുതൽ. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം പിന്നീട് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിലുള്ള പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് എടുത്തുകൊണ്ട് കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം വരാൻ തുടങ്ങും. അപ്പോൾ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സദാസമയവും ഈ കടത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? പക്ഷേ നേരെ മറിച്ച് അയാൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗത്തെക്കുറിച്ചും പുതിയ തലങ്ങളെക്കുറിച്ചും പുതിയ ടീമുമായിട്ടും നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടീമായിട്ട് തന്നെ നിലനിന്നുകൊണ്ട് കുറേ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? പുതിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പരാജയത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകൾ ഒതുക്കിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. ജീവിതത്തിൽ എപ്പോഴും നല്ലതും ചീത്തയും ഒക്കെ സംഭവിക്കും. പക്ഷേ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ തകർന്ന് തരിപ്പണാവും. നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ആഹാര രീതിയിലും എല്ലാ മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയാൻ എന്തോ വലിയൊരു പ്രശ്നത്തിലാണ് നാട്ടുകാരനെ പറയാൻ തുടങ്ങും. പക്ഷേ അതിന് പകരം അത് വെറും കേവലമായ പ്രശ്നമാണ്. ജീവിക്കാൻ നമ്മളിവിടെ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു അനുഭവമാണ്. അതിൽ നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം. പിന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്തേ പറ്റൂ. ആർക്കാണ് നെഗറ്റിവിറ്റി കൂടുതൽ തരുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സ് തരുന്ന പരീക്ഷണങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അടുത്ത ലെവലിലോട്ട് ഉയരണം എന്നുണ്ടെങ്കിൽ, പുതിയൊരു തലത്തിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള നമ്മളുടെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാകണം. അപ്പോൾ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കഴിവുകളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം
നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്താനും അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് പോകാനും നമ്മൾ ഉയർത്തുന്നതായിരിക്കും ഈ പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് കുതിക്കാനുള്ള അവസരം കൂടി ഇതിനോടുകൂടി ഉണ്ട് എന്ന് റീഡ് ചെയ്താൽ മതി. ഓക്കെ, പുതിയ വീഡിയോകളായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.